ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കുട്ടയിലേക്ക് സ്വാഗതം. ബസൂക്ക സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. മമ്മൂക്ക നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. ഡിനോ ഡെന്നീസ് ആണ് സംവിധാനം. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇറങ്ങിയില്ല, കിട്ടിയ ഫോട്ടോസ് ഇറങ്ങിയ ഫോട്ടോസ് എല്ലാം അടിപൊളി. പിന്നെ ഇതിന്റെ ടീസറാണ് ഓർമ്മ വന്നത്, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ആ സാധനം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. സജീവം സിദ്ധാർത്ഥ് നല്ലതാണ്. ഓ നിനക്കറിയാം തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷം മോക്ഷത്തിലേക്ക് നയിക്കാൻ കർമ്മത്തിന്റെ പടങ്ങളുണ്ടാവും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ശുദ്ധശക്തികൾ ചെക്കൻ എടുത്തിട്ട് ഉപയോഗിക്കാൻ സത്യം പറയുകയാണെങ്കിൽ ബസൂക്ക ഫസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാല് പ്രൊമോഷൻ തീരെ കുറവുള്ള പോലെ. മമ്മൂട്ടി കമ്പനിയാണോ? ഓർക്കുന്നില്ല. മമ്മൂട്ടി കമ്പനിയാണല്ലോ. പ്രൊമോഷൻ തീരെ കുറവാണ്. വല്ലപ്പോഴും ഇറക്കി വിടുന്ന 2 ഫോട്ടോസ്. ആ ഫോട്ടോ എല്ലാം അന്യ സാധനമാണ്. അത് മമ്മൂക്കയാണ്. ഫോട്ടോ പിന്നെ മമ്മൂക്കിന്റെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളും. എനിക്ക് എംബ്രാൻഡൂടെ ക്ലാഷ് ഉടക്കാണെന്ന് അറിഞ്ഞപ്പോ ഒരു ഇതുണ്ടായിരുന്നു, അതിനുള്ളതുണ്ടോ എന്ന്. പക്ഷെ ട്രെയിലർ കൊള്ളാം. പിടി തന്നിട്ടില്ല. എന്തുവാ പിടിയെന്ന കഥയൊന്നും മനസ്സിലായി. പിന്നെ ബെറ്റിംഗ് എന്തോ എന്തൊക്കെയോ നടക്കും. പിന്നെ ലുക്കൊന്നും പറഞ്ഞ് വെറുതെ പറയേണ്ട കാര്യം. മമ്മൂട്ടി മുടിഞ്ഞ ലുക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ ചുമ്മാ വന്ന് നിന്നാലും കാതലി വന്ന് നിന്നാണ്ടില്ല, അത് തന്നെ ലുക്കായിരുന്നു. ചുമ്മാ മീശ വെച്ച് മുടി. അതുകൊണ്ട് പിന്നെ ഗൗതം വാസ്തവ
മറ്റേ സിനിമയും അടിപൊളി സിനിമയായിരുന്നു. ഏത് ഇത് ജീവിയും ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ് ചെയ്തേ ഡാൻസ് ചെയ്യുന്ന പറയാൻ മുമ്പേ അവൻ എഡിറ്റ് ചെയ്തു. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇറങ്ങിയ സിനിമയില്ല ഓ ഈ ഡൊമിനിക്കോ ഡൊമിനിക്ക് നല്ല പടം. ചെറിയ മമ്മൂട്ടിക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റ് നല്ല പടം, അത്യാവശ്യം നല്ല. ഇതേ സെയിം കളിയായിരുന്നു, പ്രൊമോഷൻ കൊടുക്കാതെ പോയത്. മമ്മൂട്ടി കമ്പനിയാണ് നോക്കിയത്. മമ്മൂട്ടി കമ്പനിയാണെന്ന് അറിയില്ല, എന്നാലും മമ്മൂട്ടി കമ്പനി പൊതുവെ പ്രൊമോഷൻ കുറവ് ഭയങ്കര. അത് ആ പടത്തിന് കൊടുക്കണമായിരുന്നു. പിന്നെ അത് നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ. ക്യാരക്ടറും ആ ക്യാരക്ടർ വെച്ചിട്ട് ഇറക്കിയ അതാണ് പുള്ളി പറഞ്ഞതും. ക്യാരക്ടർ വെച്ചിട്ട് പിന്നെ ഈ സിനിമകൾ ഉണ്ടാക്കാം. ഗൗതം വാസുദേവൻ തന്നെ പറഞ്ഞായിരുന്നല്ലോ. ട്രെയിലർ കണ്ടിട്ട് നല്ല പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പ്രൊമോഷനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പ്രൊമോഷൻ തീരെ കുറവാ. നല്ല സാധനം കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവർ ഇതൊക്കെ വിട്ടുപോകാൻ ഇതിന് ഇറങ്ങത്തില്ലെന്ന് വരെ. അതെ, ഞാൻ ചെക്കനും വലിയ ഇതില്ലാന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ നൈസായിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണുമ്പോ അറിയാം ഈ ഒരു ക്വാളിറ്റി പടത്തിനും വന്നാൽ സെറ്റാണ്. നല്ല സിനിമ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്ലാഷ് ഉണ്ടല്ലോ ഇറക്കിയ ഇതിന്റെ കൂടെ റിലീസ് ഡേറ്റ് എന്തായിരുന്നു? ഏപ്രിൽ 10. ഇപ്പം എമ്പുരാനും വീരധീര ഇത് രണ്ടും ഉണ്ട്. അഭിലാഷം ഉണ്ട്. അഭിലാഷം എല്ലാ പടങ്ങളും ക്ലാസ് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. വിന്നർ അഭിലാഷമായിരിക്കും. അതിന്റെ ഡേറ്റ് എന്താന്ന് നോക്കണം. അഭിലാഷത്തിന്റെ ഫ്ലാഷ് ആകുമ്പോൾ ട്രോളെ കണ്ടേ ഉള്ളൂ. അത് നല്ലൊരു കൊച്ചു പടമായിരിക്കും. ഈ പടം എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. അതെ, ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഇതിന്റെ കൂടെ ഉണ്ടോ ഏതൊക്കെയോ പടം ഉണ്ട്. ഇപ്പൊ വേറെ പടം ഇല്ലെന്ന് പറഞ്ഞാൽ എമ്പുരാനും കാണും. വീരധീരന് അത്യാവശ്യം നല്ല റിപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അതുണ്ട്. അതെ, മതിയിലും അവരും നല്ല രീതിയിൽ പ്രൊമോഷനെ കൊടുത്തു. അവര് നല്ല പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അത് ആ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടോ ഫസ്റ്റ് ചെയ്തേക്കും. പിന്നെ ചെയ്യുന്നത് പ്രീക്വൽ എങ്ങനെയാണെന്ന് പറയുന്നത്. അതാ മറ്റേ 2 എന്ന് പറഞ്ഞ പടത്തെ എടുത്തിരുന്നത്. അതാ ഞാൻ ചോദിച്ചത് സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. അപ്പം പടം നല്ലതാണെങ്കിൽ കണ്ടന്റ് ക്വാളിറ്റി എല്ലാം നല്ലതാണെങ്കിൽ ഇത് ട്രെയിലർ ഉണ്ടെന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് വ്യക്തമായില്ല എന്താ സംഭവം. മറ്റേത് എന്തായാലും ഫാൻസിനുള്ളതുണ്ട്. അതെ, ഫാൻസിനുള്ളത് അത് ഉറപ്പിക്കാം. എനിക്കൊക്കെ എന്താ ഓളം വെക്കാനുള്ളതുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം സിനിമാ കൊട്ടകയിൽ. അതായിരിക്കും.